നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതാണ്, സുനിത വില്യംസ് ഇപ്പോൾ ബഹിരാകാശത്ത് കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എങ്ങനെ തിരിച്ചെത്തുമെന്നുള്ള ഒരു വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ഗവേഷക സമൂഹം മുഴുവനായി ഉറ്റുനോക്കുന്നത്. പക്ഷേ ഒരു റിസ്ക് എടുത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നാസ നടത്തിയാൽ അത് വലിയൊരു ദുരന്തമായി മാറുമോ എന്ന ഭീതിയും അവരെ അലട്ടുന്നുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് കൽപ്പന ചൗള. അതുകൊണ്ട് ആ കറുത്ത ദിനമോർത്തുകൊണ്ട് ഒരു കാരണവശാലും ഒരു റിസ്കിലേക്ക് കടക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ബോയിങ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. നാസ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ബഹിരാകാശ യാത്രികരായിട്ടുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഉണ്ടാവില്ല എന്നാണ് നാസ ചൂണ്ടിക്കാണിച്ചത്. ഇരുവരും 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലായിരിക്കും ഭൂമിയിലേക്ക് എത്താൻ സാധ്യതയുള്ളത്. വാതക ചോർച്ചയും സാങ്കേതിക തകരാറും മാത്രമല്ല നാസയെ വലിയൊരു ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് മുൻപുണ്ടായിരിക്കുന്ന പിഴവുകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആശയം തന്നെയാണ് നാസയെ മാറ്റി ചിന്തിക്കാനായി പ്രേരിപ്പിച്ചത്. 1986 ജനുവരി മാസം അന്ന് ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് 14 ബഹിരാകാശ സഞ്ചാരികൾ മരണപ്പെട്ട സംഭവമുണ്ട്. ശേഷം 2003 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വംശയായ കൽപ്പന ചൗള ഉൾപ്പെടെ 6 പേരുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ അപകടം കൂടിയാണ് നാസയെ പിന്നോട്ട് വലിക്കാനായി പ്രേരിപ്പിച്ചത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബഹിരാകാശ യാത്രികരെ പ്രത്യേക പേടകത്തിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശയായ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ STS-107 ദൗത്യം പരാജയപ്പെട്ടത് വലിയൊരു തിരിച്ചടിയായി അന്ന് നാസയ്ക്ക് മാറിയിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തിരിച്ചടിയിലേക്ക് കടക്കാൻ അവർക്ക് കഴിയില്ല. ആരുടെയും ജീവൻ നഷ്ടമാക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് പിന്നീടുള്ള ഓരോ ദൗത്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷിതമായി അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. STS-107 എന്ന് പറയുന്നത് 17 ദിവസത്തെ ഒരു ദൗത്യമായിരുന്നു. 2003 ജനുവരി 16-ാം തീയതിയായിരുന്നു നാസയുടെ പേടകം ബഹിരാകാശം ലക്ഷ്യമാക്കി കുതിച്ചത്. 80-ലധികം അന്താരാഷ്ട്ര തലത്തിലുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയായിരുന്നു ആ സംഘം പുറപ്പെടാൻ തീരുമാനിച്ചത്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൽപ്പന ചൗള എന്ന് പറയുന്നത്. അങ്ങേയറ്റം ആത്മവിശ്വാസം, ദൃഢനിശ്ചയം. ദൗത്യം വിചാരിച്ചതുപോലെ പൂർത്തീകരിക്കാൻ 7-അംഗ സംഘത്തിന് കഴിയുകയും ചെയ്തു. എന്നാൽ തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു ആ അപ്രതീക്ഷിത ദുരന്തമുണ്ടായത്. ഭൂമിയിൽ എത്തിച്ചേരാനായി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു പേടകം അപകടത്തിൽപ്പെട്ടത്, പൊട്ടിത്തെറിച്ചത്. ഷട്ടിൽ ഓർബിറ്റിലുണ്ടായ ഒരു തകരാറാണ് അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ കൊളംബിയ പേടകം തൊടുന്നതിന് തൊട്ട് മുൻപ് നാമാവശേഷമാകാൻ, ചാമ്പലായി പോകാനുണ്ടായ കാരണം. മണിക്കൂറിൽ ഏകദേശം 12,500 മൈൽ വേഗതയിലായിരുന്നു വടക്കൻ ടെക്സസിലൂടെ ഏകദേശം 2 ലക്ഷത്തോളം അടി ഉയരത്തിൽ സഞ്ചരിക്കുന്ന പേടകവുമായി ബന്ധപ്പെട്ട ബന്ധം നാസയ്ക്ക് ഇല്ലാതായത്. 12 മിനിറ്റിന് ശേഷമാണ് മിഷൻ കൺട്രോളർക്ക് ആ വിളിയെത്തിയത്. പേടകം തകർന്നു എന്ന് നാസയ്ക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു. 7 മാസമായിരുന്നു ഈ സംഭവത്തിന്റെ അന്വേഷണം നടത്തിയത്. 4 മാസത്തോളം എടുത്താണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും വീണ്ടെടുത്തത്. ഇനി ആ പേടകത്തെ കണ്ടെത്തിയതാകട്ടെ 83,000-ലധികം കഷ്ണങ്ങളായി തന്നെയാണ്. അങ്ങനെ വലിയൊരു ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ നാസ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്.